ഇപ്പം സമയം 6 മണിയായി. എന്നാലും നല്ല ഇരുട്ടാണ് പുറത്ത്. വെളിച്ചം വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പുറത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും വെളിച്ചം. അല്ലെങ്കിൽ ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ നമ്മുടെ സൂര്യൻ ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ വരുന്നേ ഉള്ളൂ, വന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പുറത്ത് നമ്മുടെ കിളികളുടെ ശബ്ദവും ഇതും മാത്രം കേൾക്കാം. രാവിലെ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു സുഖമാണല്ലേ. അപ്പോൾ നമ്മുടെ ഈ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ അടിച്ച് വരുമ്പോൾ അതൊരു കാണാനും ഭയങ്കര ഒരു രസമാണ്. ആ മരങ്ങൾക്കിടയിലൂടെ ഒരു നല്ല തെളിഞ്ഞ ഒരു ലൈറ്റ് ഇങ്ങനെ അടിച്ച് വരുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ട് രാവിലെ നല്ല മൈൻഡൊക്കെ നല്ല ഫ്രഷായി എന്നിട്ട് വേണം ഒരു ദിവസത്തെ ജോലി മുഴുവൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ തൊട്ട് മക്കൾ സ്കൂളിൽ പോകുന്നത് വരെയുള്ള വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് പുറത്ത് നമ്മുടെ കോലായി അടിച്ചു വാരും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് അടിച്ചു വാരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആണ് അടുക്കളയിലോട്ട് കയറുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ മുറ്റത്ത് ഒരു ഓലയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് അവിടെ മുഴുവൻ പൊടിയും കച്ചറയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതും കൂടെ വൃത്തിയാക്കേണ്ട ഒരു ജോലിയുണ്ട്. അപ്പോൾ രാവിലെ അതും കൂടെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഓല ഞാൻ എടുക്കാൻ പോവുകയാണ്. ഓല എടുത്തിട്ട് പുറകുവശത്ത് കൊണ്ടുവിടണം. എന്നിട്ട് ആ മുറ്റം ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഡ്യൂട്ടി കൂടി കൂടുതലായി, ഈ ഒരു മുറ്റം അടിച്ചു വാരൽ. അല്ലെങ്കിൽ ഞാൻ രാവിലെ വൃത്തികേടൊന്നും ഇല്ലെങ്കിൽ വൈകുന്നേരം മാത്രമേ അടിച്ചു വരാറുള്ളൂ മുറ്റം. അപ്പോൾ മുറ്റം ഒന്ന് ക്ലീൻ ചെയ്യാം, എന്നിട്ട് പിന്നെ വേഗം അടുക്കളയിലോട്ട് പോവാം. പിന്നെ ഞാൻ ബ്രഷ് ചെയ്തിട്ടാണ് അടുക്കളയിലോട്ട് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ രാവിലെ കുളിയൊന്നുമില്ല, അതുകൊണ്ട് ആ പണിയൊന്നുമില്ല. വേഗം ബ്രഷും ചെയ്ത് കിച്ചണിലോട്ട് കയറാറാണ് പതിവ്. അങ്ങനെ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നേരെ കിച്ചണിലോട്ട് കയറാം. അപ്പോൾ കിച്ചണൊക്കെ രാത്രി തന്നെ നല്ല വൃത്തിയാക്കി വെക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ ഇനി വേണം നമുക്ക് നമ്മുടെ യുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ട്. രാവിലെ എഴുന്നേറ്റ് എനിക്ക് എന്തായാലും ഒരു ചായ കുടിക്കണം. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ പോവാണ്. ചായ കുടിച്ചിട്ടാണ് ഇനി അടുത്ത പണികൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ചായ ഇരുന്ന് കുടിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടും ചായ കുടിക്കും, ജോലി ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ സ്കൂളിൽ മക്കൾ പോകുന്നത് വരെ രാവിലെ ഒരു ഭയങ്കര എന്താ പറയുക, ഭയങ്കര തിരക്ക്. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയായിരിക്കും. അവർ പോകുന്നത് വരെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ ലഞ്ച് കൊണ്ടുപോകണം, അതിൻ്റെയൊക്കെ തിരക്ക്. പിന്നെ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ പറയണ്ട, എല്ലാം നമ്മൾ തനിച്ച് ചെയ്യുമ്പം ഒന്നുകൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും ചായ തിളച്ചു. ഇനി ചായ കുടിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ചായക്ക് സാധാരണ ഞാൻ രാവിലെ ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ മിക്ക ദിവസവും, ചില ദിവസം മറന്നു പോവും, എന്നാലും ഓർമ്മയുള്ളപ്പോൾ കുറച്ച് നട്ട്സ് കഴിക്കാറുണ്ട്. ബദാമും പിസ്തയാണ് ഇന്ന് എടുത്തത്. അപ്പോൾ പുട്ടാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പുട്ടിൻ്റെ അരി ഇവിടെ കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് ലഞ്ചിന് മക്കൾക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഞാൻ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് പച്ചടിയും ചീര വറവുമാണ്. അപ്പോൾ ചീര ഞാൻ തലേ ദിവസം അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ വേണ്ടി. അല്ലെങ്കിൽ രാവിലെ ചീരയൊക്കെ അരിയാൻ നിന്നാൽ ഒരുപാട് സമയമാവും, പിന്നെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തലേ ദിവസം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ചീരയൊന്നും അവർ കഴിക്കില്ല, എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് കൊടുത്തു വിടും, അത്രയേ ഉള്ളൂ. അപ്പോൾ വേഗം ഇനി അതൊക്കെ ഉണ്ടാക്കാം.
എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും അതെന്തായാലും ലഞ്ച് ബോക്സിൽ തിരിച്ച് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും അതിൽ കുറച്ച് ബാക്കി ഉണ്ടാവും. അത് രണ്ടാളുടെ പാത്രത്തിലും എന്തായാലും ഉണ്ടാവും. പിന്നെ രാവിലെ ഈ തേങ്ങ ചിരണ്ടലും ഇതൊക്കെ മോൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അവൻ എനിക്ക് തേങ്ങയൊക്കെ ചിരണ്ടി തരാറുണ്ട്. അപ്പോൾ ഇന്ന് അവന് കുറച്ച് പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ കിച്ചണിലോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എഴുന്നേറ്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം തേങ്ങയൊക്കെ ചിരണ്ടി ഇനി പച്ചടിക്കുള്ള തേങ്ങ അരക്കണം, വറവുണ്ടാക്കണം. അങ്ങനെ ഇനി സ്പീഡപ്പാണ് ജോലിയെല്ലാം, അല്ലെങ്കിൽ 8 മണിയാകുമ്പോഴത്തേക്കും എല്ലാം റെഡി ആവണം. അപ്പോൾ നമ്മുടെ ചെറിയ ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇവളെ എഴുന്നേൽപ്പിക്കലാണ് ഏറ്റവും വലിയ ജോലി രാവിലത്തെ. അതൊന്ന് എഴുന്നേറ്റ് കിട്ടണമെങ്കിൽ എത്ര സമയം ഞാൻ പോയി മെനക്കെട്ടാൽ മാത്രമേ എഴുന്നേറ്റ് വരുള്ളൂ. അപ്പോൾ എൻ്റെ പുട്ടടുപ്പത്തുണ്ട്. പിന്നെ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടി ബീട്രൂട്ട് ഞാൻ വഴറ്റി വെച്ചിട്ടുണ്ട്. അത് നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇനി അരപ്പ് ചേർക്കണം. പിന്നെ ചീരവറവ് ഉണ്ടാക്കണം. പിന്നെ ഞാൻ അതിലിടയ്ക്ക് വഴുതിനങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ വഴുതിനങ്ങ ഞാൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വഴുതിനങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വഴുതിനങ്ങയും ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ലഞ്ചിന് മക്കൾക്ക് കൊടുത്തു വിടാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. അതിനിടയ്ക്ക് മോള് ഫോൺ കൊണ്ടുപോയി അവളുടെ ബ്രഷ് ചെയ്യുന്ന വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ബ്രഷ് ചെയ്യുന്ന വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ സമയം ഇപ്പോൾ 7:45 എന്നിട്ടും ആൾക്ക് യാതൊരു ഇതുമില്ല. 8:30 ആകുമ്പോഴത്തേക്കും സ്കൂൾ ബസ് വരും. ഇനി ബ്രഷ് ചെയ്ത് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി ഒട്ടും സമയമില്ല. ചില ദിവസം അവൾ വേഗം റെഡിയാകും കേട്ടോ, ചില ദിവസം ഇങ്ങനെയാണ്. അപ്പോൾ ഇതാ എൻ്റെ ബീട്രൂട്ട് പച്ചടിയായി. ഇനി വഴുതിനങ്ങ ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ പാത്രം വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് ബീട്രൂട്ട് പച്ചടിക്കുള്ള കടുക് ഇടാം. പിന്നെ അതിലോട്ട് ചീര വറവ് ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് കടുക് പച്ചടിയിലോട്ട് ഇട്ട് ഇനി അതിൽ ചീര വറവ് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് പണികൾ ഏകദേശം കഴിഞ്ഞു. ഇനി വഴുതിനങ്ങ ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ അതും ആയാൽ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു, കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇനി അവർ രണ്ടാളും കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവർ കുളിച്ച് വരുമ്പോഴത്തേക്കും പുട്ട് കൊടുക്കണം. അപ്പോൾ പുട്ടിന് പഴമാണ്, കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പഴം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതാകുമ്പോൾ വേഗമാണ്, എളുപ്പമാണല്ലോ, നമുക്ക് പണികളൊക്കെ വേഗം കഴിയും. അപ്പോൾ അങ്ങനെ ഞാൻ വഴുതിനങ്ങ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സ്നാക്സ് ബോക്സിൽ മോൾക്ക് ഞാൻ കൊടുത്തുവിടുന്നത് അപ്പമാണ്. അപ്പം ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുക്കുന്നുണ്ട്. മോൻ സ്നാക്സ് എടുക്കാറില്ല, അവന് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ സ്നാക്സ് എടുക്കാറില്ല ഇപ്പോൾ കുറച്ചായിട്ട്. അപ്പോൾ ലഞ്ചും റെഡിയായി. ചോറ് ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെയും ലഞ്ച് ബോക്സിലോട്ട് ചോറ് ഇട്ട് കുറച്ച് ചീരവറവും പിന്നെ വഴുതിനങ്ങ ഫ്രൈയും വെച്ച് കൊടുക്കും. കറി ഞാൻ കറിപ്പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പച്ചടി, ബീട്രൂട്ട് പച്ചടി. അപ്പോൾ അതൊക്കെ റെഡിയായി. ഇനി വാട്ടർ ബോട്ടിലിൽ വെള്ളം എടുത്ത് വെക്കണം, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും അവർ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് രണ്ടാളും. ഇനി ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കാതെ ബാക്കി കൊണ്ടുവന്നാലാണ് എന്താ പറയുക, എങ്ങൊന്നും ഇല്ലാത്ത ദേഷ്യം വരും. അപ്പോൾ പാത്രത്തിൽ ബാക്കി കാണുമ്പോൾ. അപ്പോൾ എന്തായാലും മോള് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. മോൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളെല്ലാം ലഞ്ച് ബോക്സൊക്കെ എടുത്ത് ബാഗിലോട്ട് വെക്കുക. ഇനി മോൾക്ക് മുടി കെട്ടി കൊടുക്കണം. അപ്പോൾ 2 വശത്തും മുടി കെട്ടിയിട്ട് പോകണം. അപ്പോൾ ഇതും ഒരു വലിയൊരു ജോലിയാണ് രാവിലത്തെ സ്കൂളിൽ പോകുമ്പോൾ ഉള്ള പെൺകുട്ടികൾക്ക്. അവർക്ക് 2 വശത്ത് മുടിയൊക്കെ കെട്ടിയിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചില ദിവസം നല്ല തിരക്കുള്ള ദിവസമാണെങ്കിൽ ഒരു 1 സൈഡൊക്കെ കെട്ടിയിട്ട് അങ്ങ് വിടും. അപ്പോൾ ഇന്ന് 2 സൈഡും കെട്ടുന്നുണ്ട്. അപ്പോൾ ഇനി വേഗം ഷൂസൊക്കെ ഇട്ട്, അപ്പോഴത്തേക്കും ബസ് വരാറായിട്ടുണ്ട്. വേഗം സ്പീഡിൽ നമ്മൾ നടന്ന് പോവാണ്, റോഡിലേക്ക് കയറി നിൽക്കണം. പോയാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.